വാടക കെട്ടിടത്തിൽ അസൗകര്യങ്ങൾക്ക് നടുവിൽ പ്രവർത്തിക്കുന്ന തിരുവമ്പാടി സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പുതിയ കെട്ടിട നിർമ്മാണം എങ്ങുമെത്തിയില്ല. സൗജന്യമായി ലഭിച്ച സ്ഥലം ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. വാടക കെട്ടിടത്തിന്റെ പരിമിത സൗകര്യങ്ങൾക്ക് നടുവിൽ വീർപ്പുമുട്ടി കഴിയുന്ന തിരുവമ്പാടി സബ് രജിസ്ട്രാർ ഓഫീസിനായി സ്ഥലം ലഭ്യമായിട്ട് 1 വർഷം പിന്നിട്ടെങ്കിലും നിർമ്മാണ നടപടികൾ എങ്ങുമെത്തിയിട്ടില്ല. സൗജന്യമായി ലഭ്യമായ സ്ഥലം ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. 19 വർഷം മുമ്പാണ് ഇവിടെ സബ് രജിസ്ട്രാർ ഓഫീസ് അനുവദിക്കുന്നത്. 2007 ജനുവരി 27 മന്ത്രി എസ് ശർമ്മയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ചർച്ച് റോഡിൽ ഗവൺമെൻറ് ITI പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന് സമീപം വലിയ വാടക നൽകിയാണ് രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തിക്കുന്നത്. വാടക ഇനത്തിൽ സർക്കാരിന് വർഷം തോറും ലക്ഷങ്ങളാണ് നഷ്ടമാകുന്നത്. സബ് രജിസ്ട്രാർ ഓഫീസിന് സ്വന്തമായി കെട്ടിടം വേണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 2025 ജൂണിലാണ് കേവലം 1/2 കിലോമീറ്റർ അകലെ കറ്റിയാട് ഇലഞ്ഞിക്കൽ റോഡിൽ 7 സെൻറ്റ് ഭൂമി ലഭ്യമായത്. മലയിൽ പുത്തൻപുരയിൽ ജോസ് ആൻസി ജോസഫ് ദമ്പതിമാരുടെ ഭൂമി വിലയ്ക്ക് വാങ്ങി എടച്ചേരി ജംഷീർ എന്ന യുവാവാണ് സബ് രജിസ്ട്രാർ ഓഫീസിന് ഇഷ്ടദാനമായി നൽകിയത്. സബ് രജിസ്ട്രാർ സോന ജോർജിൻ്റെ സാന്നിധ്യത്തിൽ ജില്ലാ രജിസ്ട്രാർ ജനറൽ PK ബിജുവാണ് ഭൂവുടമകളിൽ നിന്ന് രേഖകൾ ഏറ്റുവാങ്ങിയിരുന്നത്. കെട്ടിട നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിലാക്കാൻ ശ്രമിക്കുമെന്ന് അന്നത്തെ MLA ലിൻഡോ ജോസഫ് അറിയിച്ചിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ല. പുതിയ സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് നാട്ടുകാർ. കറ്റിയാട് സബ് രജിസ്ട്രാർ ഓഫീസ് യാഥാർത്ഥ്യമാവുന്നതോടെ അങ്ങാടിയുടെ വികസനം ഈ ഭാഗത്തേക്ക് കൂടി വ്യാപിക്കും. കൃഷിഭവനും മൃഗാശുപത്രിയും ഹോമിയോ ഡിസ്പെൻസറിയും നിർമ്മാണത്തിലിരിക്കുന്ന KSRTC സബ് ഡിപ്പോയുമെല്ലാം കറ്റിയാടാണ് ഉള്ളത്. വികസനം ഈ ഭാഗത്തേക്ക് കൂടി വ്യാപിക്കുന്നത് ജനത്തിരക്കും വാഹനങ്ങളുടെ ബാഹുല്യവും മൂലം വീർപ്പുമുട്ടുന്ന തിരുവമ്പാടി അങ്ങാടിക്ക് ആശ്വാസവുമാവും. സബ് രജിസ്ട്രാർ ഓഫീസ് കൂടി വരുന്നതോടെ കറ്റിയാട് പ്രദേശത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.